ചെറിയ ഇടവേളയ്ക്ക് ശേഷം കർണാടക രാഷ്ട്രീയം ഇളകിമറിയുന്നു. ഒരിടക്കാലത്ത് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നതായിരുന്നു കർണാടക രാഷ്ട്രീയം. എന്താണ് കർണാടകയിലെ പൊളിറ്റിക്സ് ഇത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഏത് നിമിഷവും കാലുമാറാവുന്ന ഇല്ലെങ്കിൽ മറുകണ്ഠം ചാടാവുന്ന MLA-മാര് ഉള്ള ഒരു ഭരണ സംവിധാനമാണ് കർണാടകയിൽ. അവിടെ അടർത്തിയെടുത്തും മറുകണ്ഠം ചാടിയുമൊക്കെ പലപ്പോഴും 5 വർഷത്തിനിടയിൽ കോൺഗ്രസും BJP-യും ഒക്കെ ഭരിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ കഴിയുന്നത് കർണാടകത്തിലാണ്. ഒരു ചെറിയ ഇടവേളയിലെ വെടിനിർത്തലിന് ശേഷം വീണ്ടും കർണാടക പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 30 MLA-മാർ ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുകയാണ്. ഹൈക്കമാൻഡിനെ കണ്ട് പരാതി അറിയിക്കാനാണ് അവർ എത്തിയിരിക്കുന്നത്. ഇതിൽ ചിലരൊക്കെ മുതിർന്ന നേതാക്കളാണ്, 4-5 തവണയൊക്കെ ജയിച്ചവരാണ്. അവർക്കൊന്നും മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. സിദ്ധരാമയ്യ മാറണം, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ പതിവ് ആവശ്യങ്ങൾ തന്നെയാണ്. ഇത്തവണ അല്പം കൂടി നിലപാട് കടുപ്പിക്കും എന്നാണ് ഈ 30 MLA-മാരും പറയുന്നത്. അങ്ങനെയെങ്കിൽ BJP-ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. BJP ഏതായാലും ധൃതി പിടിച്ചൊരു നീക്കത്തിന് തയ്യാറല്ല. കാരണം ഈ പോയ 30 MLA-മാർ എന്ത് ഓഫർ കിട്ടി തിരിച്ചു വരുമെന്ന് നോക്കിയതിന് ശേഷമാകും BJP-യുടെ അടുത്ത ചുവടുവെപ്പ്. BJP-യെ സംബന്ധിച്ച് ഈ മറുകണ്ഠം ചാടിക്കാനും ചാടിവരെ വെച്ച് ഭരിക്കാനും അവർക്ക് കർണാടകത്തിൽ യാതൊരു മടിയുമില്ല. മുമ്പ് നമ്മളത് കണ്ടതാണ്. റിസോർട്ട് രാഷ്ട്രീയം ആദ്യം ഈ രാജ്യത്ത് തുടങ്ങിയതും കർണാടകയിലായിരുന്നു. ഏതായാലും കർണാടക രാഷ്ട്രീയം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ചൂട് പിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.